അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ ഖുർആനിലെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. നമ്മുടെ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും താബിഈങ്ങളും നമ്മളൊക്കെ മുൻഗാമികളൊക്കെ മുടങ്ങാതെ പതിവാക്കുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തു യാസീൻ. ഈ യാസീൻ സൂറത്ത് നമ്മളൊക്കെ ഓതുന്നവരാണ്. പക്ഷെ യാസീൻ സൂറത്ത് ഓതിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഇത്രയധികം ഉണ്ടോ എന്ന് ഒരു വിചിന്തനം നമുക്ക് നടത്താം. 15 ഗുണങ്ങൾ പരിശുദ്ധമായ യാസീൻ സൂറത്ത് ഓതുന്നവർക്ക് അള്ളാഹു ഓട്ടോമാറ്റിക്കായി നൽകുകയാണ്. അങ്ങനെ നാം എന്നും പാരായണം ചെയ്യുന്ന സൂറത്താണല്ലോ സൂറത്ത് യാസീൻ. ഈ യാസീൻ സൂറത്തിൻ്റെ മഹത്വങ്ങൾ ഇത്ര പറയേണ്ടതുണ്ടോ എന്ന് ഒരു പക്ഷേ സൂറത്ത് യാസീൻ അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ അത് കേൾക്കാതെയോ മനസ്സിലാക്കാതെയോ പോകും. പക്ഷേ ഒരു യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ദുനിയാവിനും ആഖിറത്തിനും കിട്ടുന്ന ഗുണങ്ങൾ നാം അറിയുകയാണെങ്കിൽ അത് വലിയ മഹത്വമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും താബിഈങ്ങളും ഇത് പാരായണം ചെയ്ത് മുടക്കിയിരുന്നില്ല. ഖിറാഅത്തു സൂറത്തു യാസീൻ സ്വബാഹൻ വ മസാഅൻ ഫിൽ യൗമി മറത്തൈൻ. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഒരു യാസീൻ ഓതാറുണ്ട്. ആ രാവിലെ ഒരു യാസീൻ ഓതിയാൽ ആ ദിവസത്തിലുള്ള എന്തെങ്കിലും കെട്ടുകുടുക്കുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ വിഷമങ്ങൾ, വ്യത്യസ്തമായ പ്രതിസന്ധികൾ ഒന്നിനുമോലൊന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ ദിവസം വളരെ സന്തോഷവും റാഹത്തും ആവാൻ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് യാസീൻ പ്രഭാതത്തിൽ ഒന്ന് ഓതും, വൈകുന്നേരവും ഒന്ന് ഓതാറുണ്ടെന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാം. ഒന്ന്, മൻ ഖറഅ സൂറത്ത് യാസീൻ സ്വബാഹൻ ഫലഹു യുസ്റു യൗമി. പ്രഭാതത്തിൽ ഒരാൾ യാസീൻ ഓതിക്കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ പടച്ചോനെ ഇത് ഇന്നത്തെ കാര്യം അഭിമുഖീകരിക്കേണ്ടതാണല്ലോ, അതെങ്ങനെ നേരിടും? ബിസിനസ്സാവട്ടെ, മറ്റു ഓഫീസ് കാര്യങ്ങളാവട്ടെ, വ്യത്യസ്തമായ കാര്യങ്ങൾ, ജീവിത പ്രയാസങ്ങളാവട്ടെ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്കൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യുക? സുബഹി നമാസ് കഴിഞ്ഞ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു യാസീൻ ഓതിയാൽ ആ ദിവസത്തെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പാക്കി തരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി. നമ്പർ 1. 2, മൻ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത്ത യാസീൻ സബാഹൻ വ മസാആ. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ഓരോ യാസീൻ ഓതാറുണ്ട്. നമുക്ക് ചെയ്യാം, ആ സുന്നത്ത് നമുക്ക് കിട്ടുകയാണ്. 3, സൂറത്തു യാസീൻ ലിമാ കുരിഅത്ത് ലഹു. യാസീൻ സൂറത്ത് എന്ത് ഹലാലായ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും ഇത് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ആ ഉദ്ദേശം അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുകയാണ്. അതതിൻ്റെ നിബന്ധന പ്രകാരം ഇരുന്ന് നാം ഓതിക്കഴിഞ്ഞാൽ ആ ഉദ്ദേശം അള്ളാഹു സഫലീകരിച്ചു തരും. ഒരുപാട് അനുഭവങ്ങളാണ്. 4, അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുക, നമ്മൾ പാരായണം ചെയ്യുന്ന ഈ പരിശുദ്ധമായ യാസീൻ സൂറത്ത് അത് ഖുർആനിൻ്റെ ഹൃദയമാണ്. ഇന്നലികുല്ലി ഷൈഇൻ ഖൽബൻ വ ഖൽബുൽ ഖുർആനി യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിൻ്റെ ഹൃദയം ഏതാണ്? അത് സൂറത്ത് യാസീനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 5-ാമത്തെ ഗുണം, മൻ ഖറഅ യാസീൻ ഫീ സ്വദിരിൻ നഹാരി ഖുളിയത്ത് ഹവാഇജുഹു. പ്രഭാതത്തിൽ ഒരാൾ യാസീൻ ഓതിയാൽ അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കുകയാണ്. ഒരുപാട് ഹദീസുകളെ കൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വിഷമുണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഒരു യാസീൻ ഓതുക പ്രഭാതത്തിൽ, അത് അള്ളാഹു ഫത്ഹാക്കി തരും എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യ ഹൃദയത്തിന് സമാധാനം അള്ളാഹുവിന് ദിക്റ് ചൊല്ലൽ കൊണ്ട് മാത്രമാണ്, അള്ളാഹുവിന് സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനിക വചനം ഇന്നലെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി.
അതുപോലെ തന്നെ 6ാമത്തെ ഗുണം ഇഖ്റഊ യാസീൻ ഫഇന്ന ഫീഹാ അശറ ബറകാത്ത്. നിങ്ങൾ യാസീൻ പാരായണം ചെയ്താൽ 10 ഗുണങ്ങൾ, 10 ബറക്കത്ത് അല്ലാഹു തആല മനുഷ്യന് നൽകുകയാണ്. നമ്മളൊക്കെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും, ഞാൻ യാസീനൊന്നും ഇഷ്ടം പോലെ ഓതാറുണ്ട്, പക്ഷെ ഇത്രയധികം ഗുണങ്ങളുണ്ടോ? ഉണ്ട്. ഈ ഗുണങ്ങളും കൂടി എനിക്ക് അള്ളാഹു തരുന്നുണ്ട് എന്ന നിയ്യത്തിന് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒന്നുകൂടി നമുക്ക് ആത്മാർത്ഥത, ഒന്നുകൂടി ഇഖ്ലാസ് വർദ്ധിക്കുകയാണ്. ആ ഇഖ്ലാസ് വർദ്ധിച്ച ആത്മാർത്ഥതയോട് കൂടെ ഇത് പാരായണം ചെയ്താൽ ഇതൊക്കെ അള്ളാഹ് നമുക്ക് നൽകുകയാണ്. ഒരു സ്ഥലത്തും അള്ളാഹു ഒരു പ്രയാസവും തരൂല. 10 ബറക്കത്ത് ആ മനുഷ്യൻ അള്ളാഹു നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. 7ാമത്തെ ഗുണം മൻ ഖറഅ യാസീൻ അമാമ ഹാജതിഹി ഖുളിയത് ലഹു. എന്തെങ്കിലും ഒരു ആവശ്യം, അവന് ഹലാലായ ഒരു ഉദ്ദേശം, ഒരു ഏത് കാര്യങ്ങളാവട്ടെ, അതിന് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു യാസീൻ ഓതി പോവുക. പൂർവികരും ഇത്, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ വല്യപ്പമാർ, വല്യമ്മമാർ ഒരു യാസീൻ ഓതിയിട്ട് ഇറങ്ങിക്കോ എന്ന് നമ്മോടൊക്കെ വസീയത്ത് ചെയ്യാറുണ്ട്. അവർ വെറുതെ അല്ല പറയുന്നത്, അള്ളാഹുവിൻ്റെ ദീൻ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഫളിലുകൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ അത്രയുമുള്ളത് കൊണ്ടാണ് അവരും നമ്മോട് ഇത് കൽപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ആരും ഇത് മുടക്കാറില്ല എന്ന് സത്യമാണ്. ഈ മഹത്വങ്ങളൊക്കെ ഇതിനുണ്ട് എന്ന ഒരു മനോഭാവത്തോടു കൂടി നമ്മളിത് പാരായണം ചെയ്യുകയാണെങ്കിൽ നാം രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ 8ാമത്തൊരു ഗുണം ഇന്ന ഫിൽ ഖുർആനി സൂറത്തൻ തശ്ഫഉ ലിഖാരിഹാ വയുഗ്ഫറു ലിമുസ്തഅമിഹാ അലാ വഹിയ സൂറത്തു യാസീൻ. ഈ യാസീൻ സൂറത്തിന് അല്ലാഹു തആല അത് ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അല്ലാഹു നൽകി. ഇനി ഒരാൾ അവിടെ ഇരുന്ന് യാസീൻ ഓതുകയാണ്, ഉമ്മ എനിക്ക് ഖുർആൻ ഓതാൻ അറിയാം. ചിലപ്പോൾ വല്യമ്മമാർ അല്ലെ വല്യപ്പമാർ ഖുർആൻ ഓതാൻ അറിയാത്തവർ ഒരു പക്ഷേ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മക്കളെ കൊണ്ട്, പേരക്കുട്ടികളെ കൊണ്ട്, കുടുംബത്തിൽ അറിയുന്നവരെ കൊണ്ട് ഒരു യാസീൻ ഓതും, ഞാനത് കേൾക്കട്ടെ. അത് കേൾക്കുന്നത് കൊണ്ട് ഒരാൾ യാസീൻ ഓതി നമ്മുടെ വീട്ടിലുള്ള ഒരു പൊന്നുമോൻ, പേരക്കുട്ടി, അല്ലെങ്കിൽ മകന്, മകള്, ഇവരാരെങ്കിലും ഇത് ഓതുമ്പോൾ അത് കേട്ടിരുന്നാൽ അതുകൊണ്ട് ദോഷം അള്ളാഹു പുറത്തു കൊടുക്കും കേൾക്കുന്നവന് എന്നാണ്. ശ്രദ്ധിച്ച് കേൾക്കുന്നവന് വലിയ പ്രതിഫലമുള്ള ഒന്നാണ്. അതുപോലെ 9ാമത്തെ ഇന്നല്ലാഹ തബാറക വതആല വഖറഅ ത്വാഹ വയാസീൻ ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർളി ബിഅൽഫി യാമിൻ. ആകാശഭൂമി, ഇതിൻ്റെ ശ്രേഷ്ഠത, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പേ അള്ളാഹു ഇത് പാരായണം ചെയ്തു. ഫലമ്മാ സമിഅത്തിൽ മലായികത്തുൽ ഖുർആൻ. അങ്ങനെ ഇത് മലക്കുകൾ അന്ന് ഇത് കേട്ടിരുന്നു. കേട്ടപ്പോൾ ഖാലത്ത് തൂബാലി ഉമ്മത്തിൻ യൻസിലു ആദാ അലൈഹാ വതൂബാലി അജ്വാഫിൻ തഹ്മിലു ഹാദാ വതൂബാലി അൽസിനത്തിൻ തതകല്ലമു ഹാദാ. മലക്കുകൾ ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പേ ഇത് കേട്ട് അവർ വെൽക്കം ചെയ്യുകയാണ്, അവർ സ്വാഗതം ചെയ്യുന്നു. ആരെ? ഇത് ഏത് ഉമ്മത്തിനാണ് പടച്ചോനെ ഇത് ഇറക്കുക? അതുപോലെ ഇതാരൊക്കെയാണോ ഈ യാസീൻ സൂറത്ത് മനഃപ്പാടമാക്കുന്നത് അവർക്ക് സ്വാഗതം. അതുപോലെ തന്നെ വതൂബാലി അൽസിനത്തിൻ തതകല്ലമു ഹാദാ, ഇത് പാരായണം ചെയ്യുന്ന നാവുകൾ ഏതൊക്കെയാണ് അവർക്ക് സ്വാഗതം എന്ന് മലക്കുകൾ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് അവർ സ്വാഗതം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. അത്രയധികം ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് യാസീൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 10ാമത്തെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ, ഭയാണ് അതിനെ നേരിടാൻ, ആമിനഹുല്ല ഒരു യാസീൻ ഓതിയിട്ട് അതിനെ നേരിട്ടാൽ അള്ളാഹു അവന് നിർഭയത്വം നൽകും. പിന്നെ ഇതിന് മറ്റൊരു ഗുണം 11 ദാഫിഅ എന്ന് പേരുണ്ട് സൂറത്ത് യാസീന്. തദ്ഫഉ അൻഹു കുല്ല സൂ, എല്ലാ മോശമായ എന്തെല്ലാം സിഹ്ർ, അതുപോലെ തന്നെ പ്രയാസങ്ങൾ, മുസീബത്ത് എന്തെല്ലാം ഉണ്ട് എല്ലാത്തിനും തൊട്ടും തടയാനുള്ള ശക്തി യാസീൻ ഓതുന്ന ആൾക്ക് അല്ലാഹു നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. 12ാമത്തെ ഖാലിയ എന്നൊരു പേരുണ്ട് യാസീന്. വതഖ്ദീലഹു കുല്ല ഹാജത്തിൻ, എല്ലാ ഉദ്ദേശങ്ങളും യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല സഫലീകരിച്ചു കൊടുക്കും. അതുപോലെ 13ാമത്തെ വഇൻകാന ഫഖീറൻ അഗ്നാഹുല്ലാഹ്, ദരിദ്രനായാണ്,
വിഷമങ്ങളാണ്, കുടുംബജീവിതം നടത്താൻ പ്രയാസമാണ്, ഒന്നും അതിൻ്റെ ഇതുപോലെ റാഹത്തായി നടക്കുന്നില്ല, ഒരു ബിസിനസ്സാണെങ്കിൽ ക്ലച്ച് പിടിക്കുന്നില്ല. ഇൻകാൻ അങ്ങനെ ഒരു ഫക്കീറായ മനുഷ്യൻ കുടുംബജീവിതം സന്തോഷത്തിന് കൊണ്ടുപോകാൻ, അതുപോലെ ദുനിയാവിലെ ഈ ജീവിതം കുടുംബങ്ങളൊക്കെ സന്തോഷത്തിന് കൊണ്ടുപോയി പോറ്റി വളർത്താൻ പ്രയാസമാണ്, ഒന്നും ഒരു റാഹത്ത് കിട്ടുന്നില്ല. അവൻ യാസീൻ ഓതിയല്ല അനാഹുല്ലാ, അവൻ അള്ളാഹു സമ്പന്നനാക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. 14ാമത്തെ ഗുണം ഇൻകാന മദീനൻ, കടക്കാരനാണെങ്കിൽ. കടം എന്നുള്ളത് വലിയ മുസീബത്താണ്. കടക്കാരനായി മരണപ്പെട്ടു പോകുന്നതിന് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം അതിനെ ഇവിടെ കാവൽ ചോദിച്ചിട്ടുണ്ട്. കടക്കാരോട് ദുആ ചെയ്യാൻ പറഞ്ഞത് മുൻ ക്ലാസ്സുകൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ കടം എന്നുള്ളത് ബാധ്യത വെച്ച് ദുനിയാവിൽ നിന്ന് പോവുക എന്നുള്ളത് വലിയ ഒരു ഇടങ്ങറ് പിടിച്ചതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം സാക്ഷാത്കരിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. കടക്കാരൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കാതെ മാറി നിന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ നാം കടം വാങ്ങുന്നവരാണെങ്കിൽ തന്നെ ഈ കടം പെട്ടെന്ന് വീട്ടാനുള്ള സംവിധാനം അതിന് പഠിപ്പിക്കുന്നത് ഇൻകാന മദീനൻ. നിങ്ങൾ കടം കൊണ്ട് വരയുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു യാസീൻ ഓതിയാൽ അല്ലാഹു തആല നൽകുന്ന ഓഫറാണ്. ഖലല്ലാഹു ദൈനഹു മിൻ ഖസാഇനിഹി, വറ്റാത്ത ഖസാനയുള്ള ഖജനാവുള്ള അള്ളാഹു അവൻ്റെ ഖജനാവിൽ നിന്ന് അവൻ്റെ കടം വീട്ടിക്കൊടുക്കും. ഈ ഉദ്ദേശത്തോടെ ചെയ്യുക. ഞാൻ ആ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ലിമാ സൂറത്ത് യാസീൻ ലിമാ കുരിഅത്തുലഹു. നിങ്ങളിത് ഇതൊന്ന് ചെയ്യൂ. ഒരുപാട് യാസീൻ ഓതിയിട്ടുണ്ട് ഉസ്താദെ, ഒരു ഫലമല്ല. ഈ ഫലങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പിച്ച് നിങ്ങൾ ചെയ്തോ, അള്ളാഹു ഇതിന് ഉത്തരം നൽകും. 15ാമത്തെ മാമിൻ മയ്യത്തിൻ ഫയഖറഉ ഇൻദഹു യാസീൻ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി. സൂറത്ത് യാസീൻ മരണം ഹാദിറായ എൻ്റെ അടുത്തിരുന്നോതിയാൽ അവൻ്റെ റൂഹ് എളുപ്പത്തിൽ പിടിക്കാനും അവൻ്റെ മരണത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് അള്ളാഹു സലാമത്ത് നൽകുമെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി 15 ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കി വുളൂ ചെയ്ത് എങ്ങനെയെങ്കിലും ഓതിയ പോലെ യാസീൻ വൽ ഖുർആനിൽ ഹക്കീമിൻ്റെ കലമിനൽ മുർസലീൻ അങ്ങനെ സ്പീഡിലൊന്നും ഓതണ്ട. ഉള്ളത് വളരെ വൃത്തിയായി അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചോതുക. റുബ്ബ ഖാരിഇൻ വൽ ഖുർആനു യൽഅനുഹു. നിങ്ങൾ എത്ര ആളുകൾ ഖുർആൻ ഓതുന്നുണ്ട്, കണ്ടമാനം ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ ഖുർആൻ അവരെ ക്ഷമിക്കുകയാണ്. അതിൻ്റെ മാന്യത പാലിക്കാതെ, വുളൂ ചെയ്യാതെ, അതുപോലെ കിബിലക്ക് തിരിഞ്ഞിരിക്കാതെ എങ്ങനെയെങ്കിലും നമ്മൾ യാസീൻ ഓതണ്ട. ഉള്ളത് സുബഹി നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ മുമ്പോ രാവിലെ ഒരു യാസീൻ, വൈകുന്നേരവും ഒരു യാസീൻ, അത് നോക്കിയിട്ട് തന്നെ ഓതൽ വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് സദഖല്ലാഹു മൗലാനൽ അദീം അതൊക്കെ ചൊല്ലി അത് പൂർത്തിയാക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ ഖുർആനിക വചനങ്ങളും അത് പരിചയപ്പെടലൊക്കെ ഓരോ ദിവസം നമ്മൾ നടത്തുമ്പോൾ റബ്ബേ ഇതെല്ലാം നിൻ്റെ പൊരുത്തത്തിലാക്കി തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാ, നിൻ്റെ പരിശുദ്ധമായ മക്ക ഹറമിൽ വെച്ച് ഞങ്ങൾ നിൻ്റെ ദീന് പറഞ്ഞു കേട്ടു, ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. പ്രയാസമുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്, എല്ലാവർക്കും ഈ പരിശുദ്ധമായ യാസീൻ സൂറത്ത് ഓതാനും അവരുടെ പ്രയാസങ്ങൾ നീങ്ങാനും ഇത് കാരണമായി നീങ്ങാനും അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവരും ദുആ ചെയ്യുക. നാളെ ഇൻഷാ അല്ലാ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് ഞങ്ങൾ മദീനത്തുൽ മുനവ്വറയിലേക്ക് അസ്ഹാബുൽ ബദരീങ്ങളുടെ ചാരത്ത് പോയി മദീനത്തുൽ മുനവ്വറയിലേക്ക് യാത്രയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.